നമസ്കാരം. ദിശ കോട്ടയം ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം നടക്കുകയാണ്. ഇവിടെ നമ്മോടൊപ്പം മിടുക്കരായ രണ്ട് വിദ്യാർത്ഥി പ്രതിഭകൾ എത്തിയിട്ടുണ്ട്. എബിനെ നാടെവിടെയാ? ഇവിടെ കോട്ടയംകാരാണ്. അപ്പോ നേരിട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ? പിന്നെ അപ്പൊ ഈ ദിശ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അത് പ്ലസ് ടു കഴിഞ്ഞ് എന്ത് എടുക്കണം എന്നുള്ളൊരു ഇതുവരെ ഒരു തീരുമാനമില്ലായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു ധാരണയിലെത്തി. അതായത് നിങ്ങളിപ്പോ കേരളം അറിയുന്ന വിദ്യാർത്ഥി കലാകാരന്മാരെ, പ്രത്യേകിച്ച് ഹാസ്യ കലാരംഗത്ത് അഭിനയത്തൊക്കെ, അപ്പോ അതിൽ നിന്നും അതിൽ ഉറയ്ക്കാനാണോ അതോ മറ്റെന്തെങ്കിലും പുതിയ മേഖല ഇഷ്ടപ്പെടാനാണോ കൂടുതൽ ആഗ്രഹം? അത് ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ തീരുമാനിച്ചു വരുന്നേ ഉള്ളൂ. അതെ, പറയാനായിട്ടില്ല. ഫൈനൽ ഡിസിഷൻ നമുക്കറിയാവുന്നവരെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കലയുടെ രംഗത്ത്, അതിലെ ഹാസ്യ അഭിനയ രംഗത്ത്, സ്കിറ്റ് മേക്കിങ്ങിലൊക്കെ സൂപ്പർ സ്റ്റാർ ആണ്. ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരിയിലൂടെ സിനിമയൊക്കെ ചെയ്തതാണ്. ഇടയ്ക്ക് പേരായിരുന്നു സിനിമയുടെ പേര്? കൽബ്, പിന്നെ തോൽവി FC. രണ്ടു മൂന്ന് ഓടൊക്കെ ചെയ്തു. അതെ അതെ. അപ്പൊ മൂന്നോളം ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞ ഇനി അവസരങ്ങള്, കാരണം പ്ലസ് ടു ആയതേ ഉള്ളൂ, ഇനിയും വർഷങ്ങൾ കിടക്കുകയാണ്. അപ്പോ എന്തൊക്കെയാണ് ഈ പ്രോഗ്രാം കണ്ടതിൽ ഒന്നുകൂടെ നമുക്ക് പറയാനായിട്ടുള്ളത്? ദിശയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഞങ്ങളുടെ ഈ പ്രായത്തില് ഇപ്പൊ ഒന്നും എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം ഇല്ലാത്ത കുറെ പിള്ളേരുണ്ട്. അതെ, ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്ന. ഞാൻ ഇതൊരു എക്സ്പോ നല്ല പരിപാടിയാണ്, നല്ലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിലുള്ളവർക്ക് തീരുമാനിക്കാൻ പറ്റിയൊരു എക്സ്പോ ആണ് ദിശ. പിന്നെ ഇത് തിങ്കളാഴ്ച വരെ ഉള്ളൂ. തിങ്കളാഴ്ച വരെ ഉള്ളൂ. അപ്പൊ മിസ് എല്ലാരും തിങ്കളാഴ്ച വരെ ഉള്ളൂ. പറ്റുന്ന അത്രയും പേര് എത്രയും പെട്ടെന്ന് വരിക. 90ഓളം കൗണ്ടറോട്ട് എല്ലായിടത്തും പോകണം അല്ലേ? ഇനിയും പോകണം. ഞങ്ങള് പകുതിയോളം ആയിട്ടേ ഉള്ളൂ, ഇനിയും കാണാൻ കിടക്കുന്നു. കൂടാതെ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേന് കേഡാറ്റ് എന്ന് അറിയപ്പെടുന്ന ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പോകുള്ളൂ. അതെ അതെ. അപ്പൊ ദിശ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മുതൽ പിന്നെ നല്ല സെമിനാറുകൾ നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഇന്റർനാഷണൽ കോൺക്ലേവ് ആണ്, കരിയർ കോൺക്ലേവ്. എബ്രോഡുള്ള പ്രൊഫസേഴ്സ് ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ നിങ്ങളെ പോലുള്ള മിടുക്കന്മാരായ കുട്ടികളിൽ നിന്ന് അവര് തന്നെ ഓർഗനൈസ് ചെയ്യുന്ന സെമിനാർ കൂടെ ഉണ്ട്. ഞങ്ങള് വലിയ മിടുക്കന്മാരൊന്നുമല്ല, എന്നാലും കേരളത്തിൽ നിങ്ങൾക്കൊരു വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോ ദിശയിലേക്ക് ഒരിക്കലും ക്ഷണിച്ചേക്കാം എല്ലാവരും അല്ലേ? ഇപ്പൊ എല്ലാരും ഒന്നും കൂടെ ക്ഷണിക്കുന്നു ദിശ എക്സ്പോയിലേക്ക്. താങ്ക് യു. അപ്പോ എബിനും കെവിനും ഈ ദിശ പ്രോഗ്രാം കണ്ടു വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും കാണാനുള്ള ധാരാളം കൂട്ടുകാരുണ്ട്. എല്ലാവരും ഈ പ്രോഗ്രാം കാണുക. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലാണ് നാഗമ്പടത്ത് ഈ എക്സിബിഷൻ നടത്തുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.